നമ്മള് കാട്ടിലെ ആനശല്യം ആയതുകൊണ്ട് അവിടെ നിൽക്കാന് പേടിയായതുകൊണ്ട് കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അവിടെ നിന്നിട്ട് നാട്ടു പുറത്തിറങ്ങിയത്. കുട്ടീനെ അവിടെ ഏറ്റി നടക്കാനും ഈ വെള്ളം കിട്ടാത്ത സ്ഥലമായത് കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഏറ്റി നടക്കാനൊന്നും ആർക്കും കഴിയില്ല. അങ്ങനെ കഴിഞ്ഞാലേ ഒരാൾ രണ്ടാളെ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് അച്ഛനുള്ള കല നോക്കിയ പോലെ നോക്കാനൊന്നും ആർക്കും കഴിയും. ഞാൻ നിന്നാലും കൂടി ഒരു 2-3 ദിവസമൊക്കെ വീട്ടിലുണ്ടായി. അതുകൊണ്ട് ഇങ്ങോട്ട് പുറത്തിറങ്ങിയതാണ്. ഈ പുറത്ത് സ്ഥലം തരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ കോട്ടേഴ്സാണ് പറഞ്ഞത്. സാർമാർ ഈ കോട്ടേഴ്സ് തന്നിട്ട് ഇവിടെ താമസം ആക്കാനാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടെ പേടിയാണ്. ഇങ്ങോട്ട് ആന വരുന്ന ദിവസം കാട്ട് ഇന്നലെ മിഞ്ഞാനൊക്കെ വന്നിരുന്നു. അത് ഭയങ്കര പേടിയായി ഇവിടെ. അങ്ങനെ കാട് വിട്ട് മണിയുടെ കുടുംബം മലയിറങ്ങി. അമ്മയുടെ ചുമലിൽ തൂക്കിയ കുട്ടയിലിരുന്ന് കാര്യമറിയാതെ മീനാക്ഷി ചിരിച്ചു. കഴിഞ്ഞ 4-ന് മലപ്പുറത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂച്ചപ്പാറ മണിയുടെ വിയോഗത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ കുടുംബം മലയോടും മലദൈവങ്ങളോടും യാത്ര പറഞ്ഞ് കാടിറങ്ങിപ്പോന്നതാണ്. കരുളായി ചെങ്കുത്തായ മലവാരത്തിൽ മണിയുടെ കൺമണി മീനാക്ഷിയെ മണിയുടെ സഹോദരൻ അയ്യപ്പനാണ് ചുമലിലേറ്റി പൂച്ചപ്പാറ മലയിറങ്ങിയത്. മണിയുടെ ഭാര്യ മാതി, മക്കളായ മീനാക്ഷി, മീര, മനു, മീന, മാതിരി എന്നിവരും അയ്യപ്പനും ഭാര്യയും ബന്ധുക്കളും. നടക്കാൻ കഴിയാത്ത മീനാക്ഷിയെ അയ്യപ്പൻ 2 കിലോമീറ്ററോളം കുട്ടയിൽ ചുമന്ന് വാഹനമെത്തുന്ന കണ്ണികയിലെത്തിച്ചു. ഒരാൾക്ക് കഷ്ടിച്ചു നടക്കാവുന്ന ഇടവഴിയിൽ മീനാക്ഷിയെ ചുമന്നു വരുന്ന അയ്യപ്പന് ഒപ്പമുള്ളവർ കാടുവെട്ടി വഴിയൊരുക്കി കൊടുത്തു. ടാക്സിയിൽ വനംവകുപ്പിന്റെ അകമ്പടിയോടെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചെറുപുഴയിലെ നെടുങ്കയം വനം സ്റ്റേഷനു സമീപത്ത് ഇവരെത്തിയത്. ഇവിടെ തന്നെയുള്ള വനം ക്വാർട്ടേഴ്സിൽ ഇവർക്ക് തൽക്കാലത്തേക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. നാട്ടിലേക്കുള്ള യാത്രയിലും മുന്നിലൊരു കൊമ്പൻ പ്രത്യക്ഷപ്പെട്ടു. മണി കൊല്ലപ്പെട്ട ശേഷം ആദ്യമായാണ് ആനയെ കാണുന്നത്. കണ്ടപാടെ പേടിച്ചു. എന്നാൽ തങ്ങളെ ഒന്നും ചെയ്യാതെ കുറെ ദൂരം മുന്നിൽ നടന്ന് ആന വഴിയിൽ നിന്ന് മാറി നിന്നുവെന്നും മണിയുടെ ഭാര്യ മാതി. എനിക്ക് ഇവിടെ നിൽക്കാൻ പേടി. എനിക്ക് വീടും സ്ഥലമൊക്കെ വേണം. പേടിയാണ്. അങ്ങനെ ചെയ്താലും മതി. പിന്നെ ഇവിടെ ആന വരാത്ത കമ്പി എന്തെങ്കിലും വെച്ചു പേടിയാണ്. ഞാൻ ഇവിടെ കണ്ടാലേ എനിക്ക് പേടിയാ. മാതി സർക്കാർ പറഞ്ഞ ജോലിയിൽ ചേർന്നു. മീനാക്ഷിക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും മാതിക്ക് ജോലിക്ക് പോകുന്നതിനും വേണ്ടിയാണ് ഇവർ കരുളായിയിലേക്ക് താമസം മാറ്റിയത്. അയ്യപ്പനും താൽക്കാലിക ജോലി കൊടുക്കാമെന്ന് വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ സ്കൂളിൽ എത്തിക്കാനും സൗകര്യമൊരുക്കും. സി മലയാളം ന്യൂസ്, മലപ്പുറം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.